മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 9/8/2004 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. കാർത്തികയാണ് നക്ഷത്രം. കാർത്തിക 4-ാം പാദം. ധനു ലഗ്നം. ലഗ്നത്തിൽ ഗുളികൻ. 2, 3, 4 ഭാവങ്ങൾ ശൂന്യം. 5-ൽ രാഹു. 6-ൽ ചന്ദ്രൻ. 7-ൽ ശുക്രൻ ശനി. 8-ൽ സൂര്യൻ. 9-ൽ കുജൻ ബുധൻ ഗുരു. 10 ശൂന്യം. 11-ൽ കേതു. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. 2004 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം ഊഹിക്കാം. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ലഗ്നത്തിൽ ഗുളികൻ പൊതുവേ നല്ലതല്ല. ഇത്തരക്കാർക്ക് പൊതുവേ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ്, അതല്ലെങ്കിൽ സഡൻ ബ്ലോക്ക്സ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് എന്ന് വെച്ചാൽ പെട്ടെന്നൊരു കാര്യത്തിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു തടസ്സം ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുക, അതിൽ എന്തെങ്കിലുമൊക്കെ ഭയം തോന്നുക, അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവുക പോലെയുള്ള അനുഭവങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് സ്ഥിരമായിട്ടോ അല്ലാതെയൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെറിയ ഹെൽത്ത് വൈസ് ഇറിറ്റേഷൻസ് ഉണ്ടാകുന്ന അവസ്ഥ ഇദ്ദേഹത്തിനതുണ്ട്. അപ്പോൾ അതിന് വളരെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ തന്നെയാണത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. പ്രത്യേകിച്ച് രാഹു ദശയൊക്കെ നടക്കുകയും ചെയ്യുന്നു. ഉപരി ഇദ്ദേഹം ആദ്യം പറഞ്ഞിരുന്ന റീസൺ എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു ധൃതി, തിടുക്കം, അതേപോലെ തന്നെ തെറ്റാൻ സാധ്യത ഉണ്ടാകുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ത്വര കൂടുതൽ. പൊതുവേ ലഗ്നാൽ 5-ൽ രാഹു നിന്ന് കഴിഞ്ഞാൽ ഇത്തരക്കാർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പിഴവ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ തിടുക്കം കൂടുതലായിരിക്കും. ആലോചനാശേഷി കുറഞ്ഞ് തിടുക്കം കൂടുന്നതിനനുസരിച്ച് അബദ്ധം പറ്റാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ 5-ലൊക്കെ രാഹു നിന്നാലോ 5-ലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വന്നാലോ ഇത്തരക്കാരെല്ലാ തീരുമാനങ്ങളും ഒരു അടുക്കും ചുറ്റിയോടും കൂടി ഒരു ക്ഷമ കാണിക്കുക. എടുക്കാൻ പോകുന്ന തീരുമാനം അത് സംഭവിച്ചാൽ എന്താണ് എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുക. അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒന്ന് വേർതിരിയാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ കുറച്ച് സമയം കിട്ടും. ആ സമയത്തിനനുസരിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, തീരുമാനം കൈക്കൊണ്ടാൽ അത് അബദ്ധമാകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാൻ രാഹുവിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയും 5-ൽ നിൽക്കുന്ന രാഹുവിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ്. തിടുക്കത്തിൽ തീരുമാനമെടുക്കും. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലൊക്കെ ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കും. പക്ഷേ ഏറിയ പങ്കും അത് അബദ്ധമോ അല്ലെങ്കിൽ പൊളിവോ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. 5-ൽ രാഹു നിന്നാലോ 5-ലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വന്നാലോ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത് എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെയാണ് ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ലഗ്നാധിപൻ വ്യാഴമാണ്. ലഗ്നാൽ 9-ൽ നിൽക്കുന്നു. പൊതുവേ അത് നല്ലതാണ്. പക്ഷേ കുജൻ, അതുപോലെ തന്നെ ബുധൻ, അവിടേക്ക് ശനിയുടെ 7-ൽ ശുക്രനോടൊത്ത്, പ്രത്യേകിച്ചും വിവാഹകാരകനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3-ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിടുത്തം കഴിഞ്ഞ ശേഷം വ്യാഴം അവിടെ ഗുണം ചെയ്യും. ഗുണം ചെയ്യില്ല എന്നൊന്നും അർത്ഥമില്ല. പക്ഷേ ഒരല്പം സ്ലോ പ്രോസസ്സിലായിരിക്കും അത് വർക്കാകുക. പ്രസ്തുത വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വ്യാഴദശ വരാനുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ടൈം വരാനുണ്ട്. കൃത്യമായി പ്ലാൻ ചെയ്ത് ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കൃത്യമായി വേണ്ടുന്ന പരിഹാരങ്ങളെടുത്ത് ഒന്ന് ശ്രമിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കരിയർ വൈസ്, അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കരിയർ വൈസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ കൂടെ ഇതേ ഗ്രഹനിലയിൽ ഉണ്ട്. പക്ഷേ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 5-ലെ രാഹു എങ്ങോട്ടാണോ ഗുണം വരേണ്ടുന്നത് അതിൻ്റെ നേരെ വിപരീത ദിശയിലേക്ക് തീരുമാനങ്ങൾ എടുപ്പിച്ച് നമ്മളെ സഞ്ചരിപ്പിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആ ഗുണം വൈകിക്കൊണ്ടേയിരിക്കും. രാഹുദശ നടക്കുകയും ചെയ്യുന്നു. അബദ്ധം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് പിഴയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ലഗ്നാൽ 7-ൽ ശുക്രൻ ശനി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രനെ ഒന്ന് കരുതുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് അതിനോടൊത്ത് ശനി നിൽക്കുന്നത് കൊണ്ട് തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചേരുന്ന ഗ്രഹനിലകൾ ചേർക്കാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതാണ്. മറുകക്ഷിയുടെ ജാതകത്തിൽ 7-ലൊക്കെ സൂര്യൻ അല്ലെങ്കിൽ കുജനൊക്കെ നിൽക്കുന്ന ഗ്രഹനിലകൾ ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കിയാൽ ഏറെ നന്ന്. ശനി, സൂര്യൻ, കുജനൊന്നും അത്ര നല്ല ബന്ധത്തിൽ പോകുന്ന ഗ്രഹങ്ങളല്ല. പൊതുവേ ഈ ശനി, സൂര്യൻ, കുജൻ പോലെയുള്ള ഗ്രഹങ്ങൾക്ക് കാഠിന സ്വഭാവം കൂടുതലാണ്, ശക്തരാണ്.
ഒരാളുടെ തലവരെ തന്നെ മാറ്റാൻ തക്ക ശേഷിയുള്ള ഗ്രഹങ്ങളാണ് ഈ കട്ടി സ്വഭാവം കൂടിയ ആളുകൾ. അപ്പോൾ അത് പ്രത്യേകിച്ചും ഈ പറയുന്ന ശനി, അതേപോലെ കുജൻ, സൂര്യൻ പോലുള്ള ആളുകൾ, ഗ്രഹങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് 7ാം ഭാവവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചേരുന്നതാണെങ്കിൽ അത് വലിയ തെറ്റുകളില്ലാതെ പോവുകയും അതല്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുമാണ്. കാര്യം 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഇവിടെ ബുധനാണ് നിൽക്കുന്നത്, കുജനോടൊത്താണ്. കുജൻ ബുധൻ നല്ല ബന്ധമല്ല. അതുപോലെ തന്നെ വ്യാഴം ബുധൻ നല്ല ബന്ധമല്ല. തർക്കങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് സാരം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത്. അതുപോലെ തന്നെ ഇദ്ദേഹം ശ്രമിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം തെറ്റില്ലാത്ത ജോലി, അതിൽ നിന്നുള്ള വരുമാനമൊക്കെ കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. 10ാം ഭാവാധിപൻ ബുധനാണ്, സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു, അതിനോടൊത്ത് വ്യാഴമുണ്ട്. ആ വ്യാഴം അവിടെ ഗുണം ചെയ്യുകയും ചെയ്യും. അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുകയും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ വരുത്താനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ശത്രുത, ഗ്രഹങ്ങളുമായിട്ടുള്ള ശത്രുത എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ധാരാളം കാണാറുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള നെഗറ്റീവ്സ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശത്രുഗ്രഹങ്ങൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ പൊതുവേ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മനസ്സിലിണങ്ങാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ അതങ്ങ് പോവും. പക്ഷേ വിവാഹം പോലുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. ഒരു ഈഗോ, അതല്ല എങ്കിൽ ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊന്ന് പരിഹരിച്ച് വരുന്നതിന് ചിലപ്പോൾ സമയമെടുക്കും. അത് പരിഹരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതങ്ങ് അധികരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ രാഹുദശയൊക്കെ 5-ലൊക്കെ നിൽക്കുന്ന രാഹുദശയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഉറച്ചൊരു തീരുമാനം എടുത്താൽ തന്നെയും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് നല്ലോണം ആലോചിക്കുക. കാര്യം അബദ്ധം ഏത് രീതിയിൽ വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ പറയുന്ന രാഹുദശയൊക്കെ. അതിലെ പ്രത്യേകിച്ചും ശനിയുടെ അപഹാരം, അതേപോലെ തന്നെ കുജൻ്റെ അപഹാരം, കേതുവിൻ്റെ അപഹാരമൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകുന്നത് അത്യാവശ്യം നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികൻ. അത് ഹെൽത്ത് ഇഷ്യൂസ്, അതല്ല എങ്കിൽ സഡൻ ഒബ്സ്റ്റക്കിൾസ് പോലെയുള്ള അനുഭവങ്ങൾക്ക്, നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികൻ 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി കൊടുക്കും. അങ്ങനെ വരുമ്പോൾ 12-ലേക്ക് വരുന്ന ദൃഷ്ടി, അതായത് വൃശ്ചികത്തിലേക്ക് അധിപൻ കുജൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴത്തോടൊത്ത് ബുധനോടൊത്ത് നിൽക്കുന്നു. ഈ 12-ലേക്ക് വരുന്ന ഗുളികൻ ചെലവുകളെ കൂട്ടും. അപ്പം കണിശമായിട്ടും അതിന് ലഗ്നത്തെ കൊണ്ട് തന്നെ പരിഹാരം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ചിലവൽപ്പം കൂടിയാൽ തന്നെ വരവ് കൂടെ കൂടിയാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ വ്യയസ്ഥാനത്ത്, അതായത് ചെലവിൻ്റെ സ്ഥാനത്ത് ഗുളികൻ്റെ ദൃഷ്ടി, അതല്ല എങ്കിൽ രാഹുവിൻ്റെ സാന്നിധ്യം, ശനി, അതല്ലെങ്കിൽ മോശം നീചമായിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വേണ്ടുന്ന പ്രാക്ടിക്കൽ റെമഡി സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോയാൽ ഏറെ നന്ന്. പ്രാക്ടിക്കൽ റെമഡി, അതിനോടൊത്തേ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ ചെയ്യേണ്ടതുള്ളൂ എന്നും തിരിച്ചറിയുക. അപ്പോൾ ഈ ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികനെ കൊണ്ട് 2 ശല്യങ്ങളുണ്ട്. ആ വ്യക്തിയെയും അത് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ 2-ലേക്ക് ധനസ്ഥാനത്തേക്ക് കൊടുക്കുന്ന ദൃഷ്ടി കൊണ്ട് മണി ബ്ലോക്സിനെ ഉണ്ടാക്കാം. അർഹതയുള്ള പണം കയ്യിൽ വരുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള തർക്കമോ തടസ്സമോ കാലതാമസമോ ഒക്കെ ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ തന്നെ ചിലവുകളെ കൂട്ടുകയും ചെയ്യും. ഇതെല്ലാം തന്നെ ബാധിക്കുന്നത് ആ വ്യക്തിയെ തന്നെയാണ്. കാരണം ലഗ്നത്തിലാണ് ഗുളികൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരം കൃത്യമായിട്ട് തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഏറെ നന്ന്. അതുപോലെ തന്നെ ഇദ്ദേഹം കൃത്യമായിട്ട് കയ്യും മെയ്യും മറന്നൊന്ന് ശ്രമിക്കാൻ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ കാലക്രമേണ ലഗ്നാധിപൻ വ്യാഴമായതുകൊണ്ടും അത് 9-ൽ നിൽക്കുന്നത് കൊണ്ടും ലഗ്നത്തിലേക്ക് വ്യാഴം, അതേ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ടും ആ വ്യക്തിക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ ഗുളികൻ നിൽക്കുന്നതിൻ്റെ നെഗറ്റീവ്സിനെ പോലും ഒരു പരിധിവരെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് മറികടക്കാനും സാധിക്കും. കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏറെ ഏറെ നന്ന്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ലഗ്നാൽ 9-ൽ ബുധൻ, കുജൻ, ഗുരു. അതിൽ തന്നെ കുജൻ ബുധൻ നല്ല ബന്ധമല്ല, ബുധൻ ഗുരു നല്ല ബന്ധമല്ല. പിതാവുമായിട്ടുള്ള കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ചും പിതൃകാരകനായിട്ടുള്ള ഗ്രഹം സൂര്യൻ കർക്കിടകത്തിൽ നിൽക്കുന്നു. അതേപോലെ തന്നെ ചിങ്ങത്തിലേക്ക് ശനിയുടെ 3ാമത്തെ ദൃഷ്ടിയും വരുന്നു. പിതാവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, പിതാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ വഴക്കുകൾക്കോ ഉള്ള ഒരു സാധ്യതയും ഇത്തരം ഗ്രഹനിലകളിൽ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം
കുജൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് ബുധനുണ്ട്, അവിടേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. ഇതെല്ലാം തർക്ക സ്വഭാവമുള്ള ആളുകളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ, ആശയപരമായിട്ടുള്ള പോരായ്മകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതൽ ആണ്. കാർത്തികയാണ് നക്ഷത്രം. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ സൂര്യദശയിൽ ജനിച്ചു 2004 വരെ, 2004 ഒക്ടോബർ വരെ. ഇവിടെയാണ് ജന്മശിഷ്ടം എടുക്കുന്നതിൻ്റെ കൃത്യമായിട്ട് ജനിച്ച സമയത്തിൻ്റെ പ്രാധാന്യം അറിയുന്നത്. ഇദ്ദേഹം ജനിച്ചത് 9/8/2004 1/10/2004 വരെ ജന്മശിഷ്ടമായിട്ട് സൂര്യദശ കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം ചന്ദ്രദശ 2014 വരെ, അതിനുശേഷം കുജൻ 2021 വരെ, അതിനുശേഷം രാഹു ഇപ്പോഴത്തെ നടപ്പ് ദശ 2039 വരെ, അതിനുശേഷം വ്യാഴം 2055 വരെ, അതിനുശേഷം ശനി 2074 വരെ, ശേഷം ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ 2024 ജൂൺ 13 തൊട്ട് 2026 നവംബർ 7 വരെ രാഹുദശയിൽ ഗുരുവിൻ്റെ അപഹാരമാണ്. രാഹുവിൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞു, ലഗ്നാൽ 5-ലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ 5-ാം ഭാവമൊക്കെ കുജൻ എന്ന് പറയുന്ന ഗ്രഹം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള ഒരു ത്വര കൂടുതലായിരിക്കും. അവിടെ രാഹുവും കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് സ്പീഡിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ അത് നല്ലത് തന്നെ. ആ എടുക്കുന്ന തീരുമാനങ്ങൾ പിഴവുകളില്ല എങ്കിൽ അത് ഗുണപ്രദമായിട്ട് മാറുകയും ചെയ്യും. പക്ഷേ ഈ രാഹു നിൽക്കുന്നത് കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റുന്നുണ്ടോ അല്ലെങ്കിൽ തെറ്റുന്നില്ല എന്ന് ഉറപ്പാക്കി എടുത്താൽ ഏറ്റവും നല്ലത്. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.